പ്രതിപക്ഷ നേതാവ് ഇന്നലെ വന്നിട്ട് ഒരു 5 ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. We are going to provide some basic protections to the people of Kerala. That will be like a protective cover for the people of Kerala. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. The Congress government in Rajasthan came up with a fantastic health insurance scheme. And one of our greatest leaders was Oben Chandy ji. So we are going to name the new health insurance scheme for Kerala after Oben Chandy ji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. And a dedicated ministry for senior citizens' welfare. ഈ 5 ഗ്യാരണ്ടി കേട്ടാൽ വളരെ സന്തോഷം തോന്നും, ആഹ്ലാദിക്കാൻ തോന്നും, കയ്യുകൊട്ടാൻ തോന്നും, നമുക്ക് ചിരിക്കാൻ തോന്നും. നല്ല ഗ്യാരണ്ടികൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇതിനുള്ളൊക്കെ പൈസ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. അതിൽ ഒരേ ഒരു ഗ്യാരണ്ടീനെ പറ്റി എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല. എന്താണ്? നമ്മളെ ഓരോ വീടുകളിലും പറഞ്ഞാൽ കേരളത്തിൽ ചുരുങ്ങിയത് ഒരു കോടി കുടുംബങ്ങളിങ്ങനെ ഉണ്ടാവും. ഓരോ കുടുംബത്തിന് 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് സംഭരണം പദ്ധതി ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. 25 ലക്ഷം ഉറുപ്പ്യക്കുള്ള ഇൻഷുറൻസ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചാൽ ഒരു മാസത്തിൽ എത്ര ഉറുപ്പ്യ പ്രീമിയം വരും എന്നുള്ളത് നമ്മൾ സാധാരണ ജനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ 1 കോടി ജനങ്ങൾക്ക് പ്രീമിയം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ കേരള ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പൈസ വരും എന്നുള്ളത് ഈ വ്യക്തിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിനുള്ള വഴി എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരണം. പണ്ട് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഐശ്വര്യം നമ്മളെ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഒരു സാധാരണ ടോക്കാണ്. അതുമാതിരി തന്നെ നമ്മൾ പിണറായി സർക്കാരിനും ഐശ്വര്യമായിട്ട് രാഹുൽ ഗാന്ധി എത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാരണ്ടികൾ, അതും പൂർണ്ണ സാക്ഷരതയോട് കൂടിയിട്ടുള്ള ജനങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുത്ത ഗ്യാരണ്ടി പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ജനങ്ങൾ നോക്കും, അവിടെ ചെയ്തിട്ടുണ്ടോ അതോ ഈ ഗ്യാരണ്ടി ഇവിടെ പറഞ്ഞിട്ട് വെറും വാഗ്ദാനങ്ങളായിട്ട് പോവുമോ എന്നുള്ളത്. ഇവരെ വാഗ്ദാനങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു കലണ്ടറിൽ ഒതുങ്ങും എന്നുള്ളതാണ്. കാരണം അവർ ചെയ്തിട്ടുള്ളതും അതാണ്. വയനാട്ടിൽ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് MP കൊടുത്തത് ആകെ ഒരു കലണ്ടർ മാത്രമാണ്. പഴയ MP-യും പുതിയ MP-യും ഇവരെല്ലാം ചേർന്ന് ചെയ്ത കാര്യം ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നത് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും ഇവരുടെ ഗ്യാരണ്ടികൾ? പിന്നെ ഗ്യാരണ്ടിക്കുള്ള പൈസ എവിടെ? ഇതൊന്നുമില്ലാതെ കുറേ ഗ്യാരണ്ടി വന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ അപ്പടി വിഴുങ്ങി എന്നാണ് വിചാരിക്കുന്നത്. ജനങ്ങൾ പൊട്ടന്മാരല്ല. ഇതെല്ലാം ഒരു ഇലക്ഷൻ ഗിമ്മിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് പൊതുജനങ്ങൾക്കുണ്ട്.